റിയാദിൽ നിന്ന് ജലീൽ നൽകിയ റിപ്പോർട്ട് നമ്മൾ കണ്ടല്ലോ. അതുപോലെ ദുബായിൽ നിന്ന് റഹീസ് നൽകിയ റിപ്പോർട്ടുകൾ കണ്ടു. ഗൾഫ് മേഖലയിൽ കഴിയുന്ന പല 24ന്റെ പ്രേക്ഷകരായിട്ടുള്ള പല ആളുകളും അവരവരുടെ സാഹചര്യം എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അവർ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും എല്ലാ ഗൾഫ് മേഖല ഒന്നാകെ അവിടുത്തെ രാജ്യങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലായി ജനവാസ മേഖലകളിലൊക്കെ സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപായ മുന്നറിയിപ്പുകൾ നിരന്തരം മുഴങ്ങുന്നുണ്ട്. ഇപ്പോൾ കുവൈറ്റ് ഉദാഹരണത്തിന്, അതുപോലെ ദോഹയിൽ, അതുപോലെ ബഹ്റൈനിൽ ഇപ്പോഴും മരിച്ചവരുടെ എണ്ണം 6 ആയിട്ടുണ്ട്. കുവൈറ്റിൽ ഒരാൾ, UAE-യിൽ 3 പേർ, ബഹ്റൈനിൽ 2 പേർ. നേരത്തെ ജലീൽ പറഞ്ഞ ഭാഗം PP ജെയിംസ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് തിരിച്ചടിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ടെന്നും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ കൂട്ടായി തന്നെ നേരിടാനാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വിവിധ രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ അടിയന്തര യോഗം ചെയ്തിരുന്നു, GCC രാഷ്ട്രങ്ങളുടെ. അപ്പോൾ ഇത് ഗൾഫ് മേഖല ഒന്നാകെ ഇറാനെതിരെ തിരിയുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണോ? ഇന്ത്യക്കാരുടെ സുരക്ഷ പരമപ്രധാനമാണല്ലോ നമ്മളെ സംബന്ധിച്ച്. എങ്ങനെയാണ് നമ്മൾ ആ സാഹചര്യങ്ങളെ കാണേണ്ടത്? ഗോപി, ഇതില് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് മലയാളികളോട് പറയാനുള്ളത് അങ്ങനെ ഒരുപാട് പേടിക്കേണ്ട, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 3 ദിവസമാണ്, 3 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 1000കണക്കിന് ഡ്രോണുകളും ഏതാണ്ട് 1000കണക്കിന് തന്നെ മിസൈലുകളുമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെട്ടത്. അതിൽ വളരെ ചുരുക്കം മാത്രമാണ് അത് സ്ഫോടനം ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും അടിച്ചിടാനുള്ള അതിശക്തമായ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ UAE-യുടെ കാര്യം എടുക്കുക. UAE-യിലേക്ക് ഏതാണ്ട് 600-ൽ താഴെ ഡ്രോണുകൾ അവര് ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഈ ഏതാണ്ട് 300ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു. പക്ഷേ അവിടെ അത് വീണത് ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ്. പാം ജുമൈറയിലും അബുദാബി, അതുപോലെ തന്നെ ദുബായിലെ ചില പ്രദേശങ്ങളിലും മാത്രമാണ് അത് വീണത്. അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന 3 പേരാണ്. യഥാർത്ഥത്തിൽ ഇത്രയും മിസൈലുകൾ, ഏതാണ്ട് 600ഓളം ഡ്രോണുകളും ഏതാണ്ട് 300ഓളം മിസൈലുകളും അയച്ചാൽ എന്തൊരു ഇതാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ UAE-യുടെ മിസൈൽ വേദ സംവിധാനം അതിശക്തമാണ്. സൗദിയിലേക്ക് ആക്രമണമുണ്ടായി, ഒരു കാഷ്വാലിറ്റിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ റിയാദിലും അതുപോലെ തന്നെ ദമാമിനടുത്തൊക്കെ ആക്രമണം ആദ്യത്തെ ദിവസം ഉണ്ടായതാണ്. പിന്നെ സൗദിയെ എന്തോ ആക്രമിക്കാൻ ഇറാൻ തയ്യാറാവുന്നില്ല, സൗദിയെ ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യം, ഗോപി പറഞ്ഞ കാര്യം, GCC ഈ ഗൾഫ് കോർഡിനേഷൻ കൗൺസിലിൻ്റെ അവരുടെ വലിയ ഭീഷണിയാണ് അവർ മുഴക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടില്ല, പിന്നെ ഞങ്ങളുടെ മണ്ണിൽ കയറി ആക്രമിച്ചാൽ അത് ഞങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും. എമർജൻസി മീറ്റിംഗ് ഇന്നലെ ചേർന്നതാണ്. അതുകൊണ്ട് അതൊരു വലിയ ഭീഷണിയാണ്. സൗദിയും UAE-യും അടക്കമുള്ള GCC രാജ്യങ്ങൾ നൽകുന്ന ഭീഷണി അത് ഇറാന് കണ്ടില്ലാതെ നടിക്കാൻ പറ്റില്ല. പക്ഷേ ഇറാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത് അമേരിക്കയെ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അടിക്കണം, അല്ലെങ്കിൽ അവിടെ US ബേസുകളിലേക്ക് അടിക്കണം എന്ന് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗോപി ചോദിച്ച കുവൈറ്റിനെ കുറിച്ചുള്ള കാര്യം, കുവൈറ്റിലേക്ക് ഏതാണ്ട് 300-ൽ താഴെ, കൃത്യമായ കണക്കുകൾ കുവൈറ്റ് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 283 ഡ്രോണുകളും 97 മിസൈലുകളും പ്രയോഗിച്ചു എന്നാണ്. പക്ഷേ കുവൈറ്റിലെ മരണസംഖ്യ 1 2 പേർക്ക് പരിക്കേറ്റു. അത് തന്നെ അടിച്ചിട്ട മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഇത് വന്നിട്ടുണ്ട്. ഒരാൾ മാത്രമേ അവിടെ മരണമടഞ്ഞിട്ടുള്ളൂ. പിന്നെ F-15 യുദ്ധവിമാനം വീണു എന്നുള്ളതാണ് പിന്നെ കുവൈറ്റിൽ നിന്നുള്ള വാർത്ത. അതുപോലെ തന്നെ ഖത്തറും ബഹ്റൈനും വലിയ രീതിയിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ബഹ്റൈനിൽ 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ തുറമുഖത്തിന് നേരെ ഒരു തവണ ആക്രമണമുണ്ടായി. പക്ഷേ US ബേസിന് നേരെയാണ് ഏറ്റവും വലിയ ആക്രമണം. അത് 5ാം കപ്പൽപ്പട എന്നറിയപ്പെടുന്ന അതിൻ്റെ ആസ്ഥാനത്തിന് നേരെയാണ് വലിയ അടി നടത്താൻ ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം ഇത് മാത്രമാണ് അവിടെ വന്ന് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ജാഗ്രത വേണം പുറത്തിറങ്ങി നടക്കുന്നതും. കാരണം ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ വന്ന് വീഴാനും തീ പിടിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ആ തരത്തിൽ പറയുന്നത്. അല്ലാതെ നേരിട്ട് മിസൈലുകൾ പൊതുവെ പതിക്കുന്ന അവസ്ഥ വളരെ വളരെ റെയറാണ്. അതുപോലെ തന്നെ ഖത്തറിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഖത്തറിലെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അവിടെ നിന്നാണ് എല്ലാ എയർബേസുകളിലേക്കും അമേരിക്കയുടെ സിഗ്നലും കമാൻഡും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖത്തറിനെ ലക്ഷ്യം വെക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഒരു കാര്യം കൂടി ഗോപിയ ഇറാൻ കാണുന്നുണ്ട്. 2025 ജൂണിൽ ആക്രമണം നടന്നപ്പോൾ ഒരു തരത്തിലും 12 ദിവസ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഖത്തറിനെ കയറി മിസൈൽ ആക്രമണം നടത്തി ഇറാൻ നടത്തിയപ്പോഴാണ് അമേരിക്ക ഇടപെട്ടതും ട്രംപ് ഇടപെട്ടതും
യുദ്ധം നിർത്തിച്ചതും. അപ്പോൾ അന്ന് ഖത്തറിനെ മാത്രം ആക്രമിച്ചപ്പോൾ യുദ്ധം നിർത്തിയെങ്കിൽ ഇപ്പോൾ 7, 8, 9 രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് മേൽ പ്രഷറുണ്ടാവും, യുദ്ധം നിർത്താൻ അവർ നിർബന്ധിതമാകുമെന്നാണ് ഇറാൻ കാണുന്നത്. എന്തായാലും ഇറാനിലെ ഹാർഡ് ലൈനേഴ്സും അവിടുത്തെ സോഫ്റ്റായിട്ട് മിതവാദികളും തമ്മിൽ വലിയൊരു അധികാര വടംവലിയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്നലെ ചർച്ചയ്ക്ക് തയ്യാറായത് മിതവാദികളാണ്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ അലി ലാറിജാനിയെ പോലെയുള്ള സുപ്രീം നേതാവിൻ്റെ അയത്തുള്ള അലി ഖമനിയുടെ അഡ്വൈസറായിരുന്ന ഇപ്പോൾ ഏറ്റവും ശക്തമായ സ്ഥലത്ത് വന്നിരിക്കുന്ന അലി ലാറിജാനിയും അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിതീവ്ര നിലപാടുകാരനാണ്. ഒരുപാട് പേരെ വിചാരണയില്ലാതെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളാണ്. അദ്ദേഹം ഈ കമാൻഡിലുണ്ട്. അപ്പോൾ പെസഷ്കിയാൻ പ്രസിഡന്റിന് അപ്പുറത്തേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനിയുടെ ഹാർഡ് ലൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അവിടെ ഭരണം കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുള്ളത്. ലക്ഷക്കണക്കിനുണ്ട്. അവരുടെ കമാൻഡ് അവിടുത്തെ തീവ്ര നിലപാടുകാരുടെ കയ്യിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറാൻ ഇനി സമാധാനത്തിന് വേണ്ടി നിൽക്കില്ല. അടിക്കുന്നിടത്തോളം അടിക്കും. ഇറാനും ഇസ്രായേലും തമ്മിൽ പരസ്പരം തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, പി പി ജെയിംസ്, താങ്കൾ പറഞ്ഞതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇറാന്റെ തിരിച്ചടിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് ഈ സൈനിക താവളങ്ങൾ, പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾ. അതിലൊന്നാണ് താങ്കൾ സൂചിപ്പിച്ച ബഹ്റൈൻ. അവിടെ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് 5ാം കപ്പൽപ്പട നാവികപ്പടയുടെ ആസ്ഥാനമാണ്, പ്രധാനപ്പെട്ട മേഖലയാണ്. അതുകൊണ്ട് ബഹ്റൈൻ വളരെ കരുതേണ്ട സ്ഥലമാണ്. അതുപോലെ ഒരു സ്ഥലമാണ് ദോഹയിലെ അൽ ഉദൈദ്. അവിടെ അൽ ഉദൈദ് അതൊരു പ്രധാനപ്പെട്ട സൈനിക താവളമാണ്. ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഈ ബഹ്റൈനിലെ ഇത് 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം മാത്രമല്ല, 47 രാജ്യങ്ങളുടെ കമ്പൈൻഡ് മെറൈൻ ഫോഴ്സസ് ഉണ്ട്, അതിന്റെ ആസ്ഥാനം കൂടിയാണ്. എന്നുവെച്ചാൽ നാവിക സേനയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ബഹ്റൈനിലെ ഈ ആസ്ഥാനത്ത് നിന്നാണ്. ബഹ്റൈനെ ഒരു വലിയ രീതിയിൽ, ബഹ്റൈനോട് വ്യക്തിപരമായിട്ടുള്ള വിഷമം കൊണ്ടല്ല, നാവിക ആസ്ഥാനം ഇവിടെയാണ്, കരയിലെ ആസ്ഥാനം ഖത്തറിലുമാണ്. ഖത്തറും ബഹ്റൈനും പിന്നെ കുവൈറ്റിനോടുള്ള വിദ്വേഷം. കുവൈറ്റ് 1991 മുതൽ അമേരിക്കയുടെ ഒരു പ്രോക്സി പോലെയാണ്. അപ്പൊ അമേരിക്കയോടുള്ള വിദ്വേഷം കാണിക്കാൻ കുവൈറ്റിലടിച്ചാൽ കുവൈറ്റിലെ അമീർ അടക്കമുള്ള നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം വരുമെന്നും, കുവൈറ്റിന്റെ ഒരുപാട് പണം മുഴുവൻ അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്ക ആ തരത്തിൽ കുവൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അതെ, അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഏറ്റവും എളുപ്പമാണ് കുവൈറ്റ് ആക്രമിക്കുക, കുവൈറ്റിലെ ബേസുകൾ ആക്രമിക്കുക. അപ്പൊ ഈ അമേരിക്കയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അവരുടെ കമാൻഡ് സെന്റേഴ്സ് ഉള്ള രാജ്യങ്ങളെ തെരഞ്ഞെടുത്താണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പിന്നെ ദോഹയിലെ കാര്യം പറഞ്ഞല്ലോ, അൽ ഉദൈദ്. അവിടെ നമുക്ക് ദോഹയിൽ നിന്ന് അൻവർ പലേരി നമ്മളോടൊപ്പം ഉണ്ട് വിവരങ്ങളുമായി. അൻവർ പലേരി, ഈ ഇപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ പി പി ജെയിംസ് ആ കാര്യങ്ങൾ പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളാണ്. ഇപ്പോൾ ബഹ്റൈൻ, അതുപോലെ ഖത്തർ, അതുപോലെ കുവൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.